വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ പഠിക്കാം അല്ലേ? അത് നമുക്ക് സ്ലോപ്പിൻ്റെ വേറൊരു പേരാണ് ഗ്രേഡിയൻറ്റ്. സ്ലോപ്പ് ഓഫ് എ ലൈൻ അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് ഓഫ് എ ലൈൻ. X-axis and Y-axis. A line make an angle theta in anti-clockwise direction. എന്ന് പറഞ്ഞാൽ ക്ലോക്ക്വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ആൻറ്റി ക്ലോക്ക്വൈസ് ഇങ്ങനെ. എക്സ് ആക്സിസിൽ നിന്നും എത്ര ആംഗിളാണ് ആൻറ്റി ക്ലോക്ക്വൈസിൽ ഈ ലൈൻ മേക്ക് ചെയ്യുന്നത് നോക്കുക. അതിൻ്റെ ടാൻ വാല്യൂ എടുക്കുന്നതാണ് അതിൻ്റെ സ്ലോപ്പ്. Slope is denoted by m. m is equal to tan theta. ഇവിടെ തീറ്റ 45 ആണെങ്കിൽ സ്ലോപ്പ് എന്ത് വരും? തീറ്റ 45 ആണെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു tan 45. ഇനി സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ്. ഇപ്പോൾ 1 മാർക്കിനൊക്കെ എന്ത് വേണമെങ്കിലും ചോദിക്കാം, നമുക്ക് അത് മനസ്സിലാക്കണം. എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 0. കോയിൻസൈഡ് ചെയ്യുകയാണ് അല്ലേ? അതുകൊണ്ടാണ് സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എപ്പോഴും tan 0. ഇനി വൈ ആക്സിസും എക്സ് ആക്സുമായിട്ട് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി. സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് slope of y-axis tan 90 not defined. Slope of y-axis tan 90. അതിൻ്റെ ആൻസർ ആണ് നോട്ട് ഡിഫൈൻഡ്. വൈ എക്സിന് മാത്രമല്ല, വൈ എക്സിന് പാരലായിട്ടുള്ള എല്ലാ വെർട്ടിക്കൽ ലൈൻസും അല്ലേ, വൈ എക്സിന് പാരലായിട്ടുള്ള ലൈൻസിൻ്റെ എല്ലാം സ്ലോപ്പ് എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ്. അതുപോലെ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസ് ഇതിൻ്റെ എല്ലാ സ്ലോപ്പ് എന്തായിരിക്കും? 0. ഇവിടെ നമുക്ക് ആംഗിള് തരാതെ ഇപ്പം ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിൻ്റാണ് തരുന്നതെങ്കിൽ 2 points ആർ ഗിവൺ. x1 y1 x2 y2 ഇങ്ങനെയാണ് സ്ലോപ്പ് തരുന്നതെങ്കിൽ നമുക്ക് കാണാനുള്ള ഫോർമുലയാണ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y ഡിഫറൻസ് ബൈ x ഡിഫറൻസ്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. ലൈൻ പാസ് ചെയ്ത 2 പോയിന്റ് -1 3 2 4. ഇതിൻ്റെ സ്ലോപ്പ് എന്താ? 4 മൈനസ് 3 ബൈ 2 മൈനസ് -1. ഇത് നമ്മൾ ഇവിടുന്ന് 3 മൈനസ് 4 എന്നാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ -1 -2 എന്ന് എഴുതണം. 1/3. If 2 lines are parallel, ഇപ്പോൾ 2 ലൈൻസ് പാരലാണ്, L1 L2. L1 ഈസ് പാരലൽ ടു, ഈ സിമ്പിൾ അറിയാമല്ലോ, പാരലൽ. L1 പാരലൽ ടു L2 ഇംപ്ലൈസ് M1 ഈസ് ഈക്വൽ ടു M2. 2 ലൈൻസ് പാരലാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആവും. തിരിച്ചും പറയാം, സ്ലോപ്സ് ഈക്വൽ ആണെങ്കിലോ ലൈൻസ് പാരലാവും. ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ദിസ് ഈസ് L1, ദിസ് ഈസ് L2. L1 പെർപെൻഡിക്കുലർ L2. ആ കേസിൽ M1 ഇൻറ്റു M2 -1 ഡോട്ട് ഇൻറ്റു ആണ് കേട്ടോ. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് എപ്പോഴും എന്തായിരിക്കും? -1. തിരിച്ചും പറയാം, M1 M2 -1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലൈൻസ് ആർ പെർപെൻഡിക്കുലർ.
angle between two lines. Tan theta is equal to absolute value m2 minus m1 by 1 plus m1. Exercise 9.1. പുതിയ ടെക്സ്റ്റിലെ exercise 9.1. Question number 4. Find a point on x-axis which is equidistant from 7, 6 and 3, 4. X-axis ഒരു point. Let a point on x-axis be x, 0. x-axis നമ്മൾ ഏത് പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് എന്താ 0. തന്നിരിക്കുന്ന രണ്ട് പോയിന്റ് നമുക്കൊരു പേര് കൊടുക്കാം. A76 B34 Px0 എന്ന് പേര് കൊടുക്കാം. PA is equal to PB. ഡിസ്റ്റൻസ് ഫോർമുല എന്താ? റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square. ആ ഫോർമുല എഴുതിയിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ വരാം. x1 y1 x2 y2 distance is equal to x2 minus x1 the whole square. ഇവിടെ x1 minus x2 the whole square എഴുതിയാലും കുഴപ്പമില്ല. y2 minus y1 the whole square. ഇവിടെ PA നമുക്ക് സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ റൂട്ട് സിമ്പിൾ അങ്ങ് മാറും. PA squared is equal to PB square. നമുക്ക് റൂട്ട് സിമ്പിൾ വേണ്ട. x minus 7 the whole square plus 0 minus 6 the whole square. x minus 3 the whole square 0 minus 4 the whole square. Expanding we get x square minus 14x plus 49 plus 36. 6x plus 9 plus 16. x square സെയിം സൈൻ ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാവും. ലെഫ്റ്റിൽ റൈറ്റിൽ ആകുമ്പോൾ മൈനസ് 6x ലെഫ്റ്റിൽ കൊണ്ടുവരാം. മൈനസ് 8x 25 മൈനസ് 85 minus 60. So x is equal to negative by negative positive dividing by 4. Therefore P is the point 15 by 2, 0. Question number 6. Without using Pythagoras theorem. Pythagoras theorem യൂസ് ചെയ്യാതെ തന്നിരിക്കുന്ന പോയിന്റ്സ് 4, 4, 3, 5, -1 are the vertices of a right angled triangle. അതൊരു പേര് കൊടുക്കാം. A 4, 4 B 3, 5 C -1 Slope of AB നമുക്ക് m1 പേര് കൊടുക്കാം. y2 minus y1 5 minus 4 by 3 minus 4 that is 1. Slope of BC -1 m2 എന്ന് പേര് കൊടുക്കാം.
5 minus minus 1, 6. 3 minus minus 1, 3/2. Slope of AC, M3, that is equal to 4 minus minus 1, 5, that is 1. Slope of AB, 5 minus 4 by 3 minus 4. Sorry, minus 1, minus 1. Slope of AB, 5 minus 4 by 3 minus 4. Negative 1. Slope of BC, M2, 3/2. Slope of AC, minus 5 by minus 5, അല്ലെങ്കിൽ 5 by 5, 1. Slope of AB into slope of AC, M1 into M3, negative 1. നമുക്ക് എന്ത് പറയാം? ഇപ്പം ഇവിടെ എ ബിയും എ സിയും ആണ് അല്ലേ, അതിൻ്റെ സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് ആണ്. അവിടെ കോമൺ ലെറ്റർ ഏതാണ്? എ. Therefore angle A is equal to 90 degree. Therefore triangle ABC is right angled triangle. Triangle ABC is a right angled triangle. ക്വസ്റ്റ്യനിലെ നമ്പർ, എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ തന്നെ ഇട്ടാൽ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമുണ്ടല്ലോ. Various forms of the equation of a line. Form the equation of a line. Point slope form. അതിന് മുമ്പ് equation of a line parallel to x-axis. x-axisന് പാരലൽ ആകുമ്പോൾ ഇത് നമ്മൾ ഏത് പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് എന്തായിരിക്കും? പീസ് പോയിന്റ് ഇപ്പോൾ 0, 2 ആണെന്ന് വെക്കട്ടെ. ഇതിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് 2 തന്നെയായിരിക്കും അല്ലേ. y ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് എൻ്റെ ഇക്വേഷൻ. ഇനി ലൈൻ പാരലൽ ടു y ആക്സിസ്. y ആക്സിസിന് പാരലൽ ആകുമ്പോൾ അവിടെ എക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇത് 3, 0 ആണെങ്കിൽ നമ്മൾ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 3. നമുക്ക് എന്ത് പറയാം? എക്സ് ഈസ് എ കോൺസ്റ്റന്റ്. ലൈൻ പാരലൽ ടു y ആക്സിസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഓർക്കുക, എക്സ് കോൺസ്റ്റന്റ്. എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിലോ y ഈസ് എ കോൺസ്റ്റന്റ്. എക്സ് ആക്സിസിന്റെ ഇക്വേഷൻ ഫോർ എക്സ് ആക്സിസ് y0, equation for y axis x0. ഇനി അടുത്തത് പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം. അപ്പോൾ ഏരിയ തന്നെ അറിയാമല്ലോ. ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റും തരും, ആ ലൈനിൻ്റെ സ്ലോപ്പും തരും. പോയിന്റ് x1, y1. സ്ലോപ്പ് എം നമുക്ക് തരും, ഏതെങ്കിലും ഒരു നമ്പറും തന്നാൽ. ഇക്വേഷൻ y മൈനസ് y1 ഈക്വൽസ് എം ഇൻറ്റു എക്സ് മൈനസ് x1. നമുക്ക് സ്ലോപ്പും തരും, പാസ് ചെയ്യുന്ന പോയിന്റും തരും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലൈൻ പാസസ് ത്രൂ -3, 4. m is equal to slope is 1/2. നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഈസ് y മൈനസ് y1, ഇത് x1 y1, that is equal to m into, that is 1/2 into x minus -3. Cross multiplication 2y minus 8 is equal to x minus -3. നമുക്ക് ഇതിനെ കൂടെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം.
x minus 2y plus 11 that is equal to 0. Then point slope 4. നമുക്ക് 2 ഫോം നോക്കാം. 2 പോയിന്റ് പാസ് ചെയ്യുന്ന 2 പോയിന്റ് തന്നാൽ ഇങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്യാം. 2.4 പാസ് ചെയ്യുന്ന 2 പോയിന്റ് x1 y1 x2 y2. y minus y1 by y2 minus y1, x minus x1 by x2 minus x1. For example, 3 minus 1 2 4. എന്ന് നോക്കാം. ഇത് x1 y1 x2 y2 ആയിട്ട് എടുക്കാം. xy എന്ന് പറഞ്ഞപ്പോഴും ജനറൽ പോയിന്റ് ആണ്. y minus y1 y minus minus 1 y2 minus y1 4 minus minus 1. അപ്പോൾ ഇവിടെ x1 y1 y minus y1 ഈ x കോർഡിനേറ്റ് തന്നെ ഇവിടെ ന്യൂമറേറ്റർ എഴുതുന്നു. 2 y minus y1 by y2 minus y1, x minus x1 x minus 3 by 2 minus 3, y plus 1 by 5 x minus 3 by minus 1. Cross multiplication we get minus y minus 1 5x minus 15 റൈറ്റിലോട്ട് കൊണ്ടുപോകാം. 5x plus y minus 15 plus 1. Slope intercept form. M സ്ലോപ്പ് തരും, y ഇന്റർസെപ്റ്റ് c, y is equal to mx plus c. ഈ y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈൻ y ആക്സിനെ ഒരു പോയിന്റ് കട്ട് ചെയ്യുന്നു. ആ ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് y ഇന്റർസെപ്റ്റ് c. ലൈനിൻ്റെ സ്ലോപ്പും തന്ന നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ഫോം ചെയ്യാം. അപ്പോൾ y ഇന്റർസെപ്റ്റ് c നമുക്ക് -5 തന്നിട്ടുണ്ട്, m 1/3 തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? y is equal to mx plus c. 3y is equal to x minus 15. Multiply each term by 3. 3y is equal to x minus 15. x minus 3y minus 15 is equal to 0. ഇങ്ങനെ ഒരു ഓർഡറിൽ ഇനി ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് ഡി ആണ് നമുക്ക് തരുന്നതെങ്കിൽ സ്ലോപ്പ് എം, എക്സ് ഇന്റർസെപ്റ്റ് ഡി, ഈ ഡിസ്റ്റൻസ് ഡി. എക്സ് എവിടെയാണോ കട്ട് ചെയ്ത് എക്സ് ആക്സിസിൽ എവിടെയാണോ കട്ട് ചെയ്യുന്നത് ഒറിജിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്. y ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് ഡി. ഇത് കൊടുത്താൽ ഇന്റർസെപ്റ്റ് ഫോം. നെക്സ്റ്റ് എക്സസൈസിൽ കൂടുതൽ പ്രോബ്ലംസ് ഉണ്ട്, നമുക്കത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഇന്ന് നമുക്ക് ഫോംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോമിൽ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും മാത്രം തരും, സ്ലോപ്പ് തരത്തില്ല. ലൈൻ എക്സ് ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ് ഇത് അല്ലേ, ഈ ഒറിജിൻ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ്, ഇതാണ് വൈ ഇന്റർസെപ്റ്റ് ബി, ഇത് എക്സ് ഇന്റർസെപ്റ്റ് എ. നമുക്ക് ഇത് രണ്ടും മാത്രം തരും.
എങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ ഫോം ചെയ്യുക. എക്സ് ബൈ എക്സ് ഇൻ്റർസെപ്റ്റ് പ്ലസ് വൈ ബൈ വൈ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു 1. ഫോർ എക്സാമ്പിൾ എക്സ് ഇൻ്റർസെപ്റ്റ് 2, വൈ ഇൻ്റർസെപ്റ്റ് 3. എക്സ് ബൈ 2 പ്ലസ് വൈ ബൈ 3 ഈസ് ഈക്വൽ ടു 1. ഇതൊരു നല്ല ഫോമിൽ എഴുതണമെങ്കിൽ LCM of 2 and 3, 6 multiply each term by 6. 3x plus 2y is equal to 6, or 3x plus 2y minus 6 is equal to 0. അടുത്ത ഇതിൽ ഫുട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്. 9-2. പിന്നെ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ്. ഫോർമുലാസ് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Distance of a point x1 y1 from general form എന്ന് പറയുന്നത് ലൈൻ ഇക്വേഷൻ ഇതാണ്. ax plus by plus c is equal to 0. ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് എഴുതുക. അബ്സല്യൂട്ട് വാല്യൂ ax1 plus by1 plus c by root of a square plus b square. For example, 2 minus 3. Equation of the line is 2x plus 3y minus a 0. Distance എങ്ങനെ വരും? Absolute value ഈ എക്സിന് 2 കൊടുക്കുക. 2 into 2 4, 3 into minus 3 minus 8 by root of 2 square plus 3 square minus 13. Absolute value 30, root 30. വേണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് root 13 എഴുതും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് നോക്കാം. y is equal to mx plus c1, y is equal to mx plus c2. പാരലൽ ലൈൻസ് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അബ്സല്യൂട്ട് വാല്യൂ c1 minus c2 by root of 1 plus m square. The problems 9.2, 9.3 നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. എല്ലാ കുട്ടികളും കാണാൻ ശ്രമിക്കുക, പഠിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്.